എം ഫിലിപ്പ് എന്നതിൻ്റെ പേര്. ചങ്ങനാശ്ശേരി വാഴപ്പള്ളി താമസിക്കുന്നു. ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആയിട്ട് ഇവിടെ വന്നത്. അപ്പം അബ്ഡോമിനകത്ത് വെള്ളം കെട്ടിക്കിടക്കുമായിരുന്നു. ഒരു 6 ലിറ്ററോളം വെള്ളം എടുത്തു. അത് കഴിയുമ്പോൾ ആശ്വാസം കിട്ടി. പിന്നെ ഡോക്ടർ പറഞ്ഞു ഇന്നത് ഈ വാൽവ് ഇത് ചെയ്യുകയാണെങ്കിൽ പിന്നെ വെള്ളം വരത്തില്ലെന്ന്. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പല ഗൈനിക്ക് പ്രോബ്ലം ഉണ്ടായി. ഭയങ്കര സ്വല്പം ബ്ലീഡിങ് വന്നു. അത് കഴിഞ്ഞ് പിന്നെ യൂറിനറി പ്രോബ്ലം ഉണ്ടായി. ഉണ്ണിസാറിനെ കാണിച്ചു. ഗൈനിക്കിൽ ഡോക്ടർ ദിവ്യ രാമലിംഗത്തിനെ കാണിച്ചു. ഞാൻ ഇവിടുത്തെ പിന്നെ 8 കൊല്ലം കൊണ്ട് ട്രീറ്റ്മെൻറ്റ്. പേസ് മേക്കർ വെച്ചു. അത് കഴിഞ്ഞ് റെഗുലർ സാറിനെ കാണാൻ വരുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടുമില്ല. സ്റ്റാഫ്സ് എല്ലാം സൂപ്പർ നേഴ്സിംഗ് സ്റ്റാഫ്സ്, നല്ല കെയറാണ്. അപ്പം ഇത് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാമായിരുന്നു ബാംഗ്ലൂരിൽ പോയാൽ. അപ്പം ദീപക് സാറിനോടുള്ള വിശ്വാസം കൊണ്ട് ഞങ്ങൾ ഇത്രയും പൈസ എടുത്തത്. അന്ന് 2015 പേസ് മേക്കർ വെച്ചു. അന്ന് തുടങ്ങി ദീപക് സാറിനെ കാണുന്നത്. സാറിൻ്റെ നല്ല വെൽ ബിഹേവിയർഡ് പെരുമാറ്റം. നല്ല സാറിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പകുതി അസുഖം മാറും. എൻ്റെ പേര് കെ.ഒ. ഫിലിപ്പോസ് എന്നാണ്. ഇത് എൻ്റെ വൈഫ് മറിയാമ്മ ഫിലിപ്പോസ്. ഇവിടുത്തെ റെക്കോർഡിൽ എം ഫിലിപ്പ് എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ വന്ന് സെറ്റിലായിട്ട് 10-15 കൊല്ലമേ ആയുള്ളൂ. അപ്പോൾ ഇവിടെ വന്ന മുതൽ ട്രീറ്റ്മെൻറ്റ്, പുള്ളിക്കാരത്തെ ട്രീറ്റ്മെൻറ്റ് ഇവിടെയാണ്. അപ്പം പ്രത്യേകമായിട്ട് ഡോക്ടർ ഡേവിഡ്സൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇപ്പോൾ പുള്ളി ഇങ്ങോട്ടേ വരുള്ളൂ. ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിലൊരു വിശ്വാസം. ഇപ്പം ഐ തിങ്ക് ഷീ ഈസ് ഫീലിംഗ് ബെറ്റർ. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. സ്വല്പം എക്സെപ്റ്റ് കുറച്ച് ക്ഷീണവും സംസാരിക്കാനുള്ള അതുകൂടെ ഇച്ചിരി ആരോഗ്യം വെക്കുമ്പോൾ മാറുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇന്ന് ഡിസ്ചാർജ് ചെയ്ത്. ഹോസ്പിറ്റലിനും ഡോക്ടർ ഡേവിഡ്സണും മറ്റു ഡോക്ടേഴ്സിനും സ്റ്റാഫിനും ഒക്കെ വളരെ നന്ദിയുണ്ട്. കാരണം അവരുടെ എല്ലായിടത്തും നല്ല കോപ്പറേഷൻ, നല്ല ട്രീറ്റ്മെൻറ്റും ആയിരുന്നു. വി ആർ ടോട്ടലി സാറ്റിസ്ഫൈഡ്. എല്ലാവരുടെയും ഡീലിങ്സ്, പ്രത്യേകമായിട്ട് ഈ പേഷ്യൻറ്റിനോടുള്ള സമീപനമുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഹാഫ് ഓഫ് ദ പ്രോബ്ലം ഇസ് സോൾവ്ഡ്. എനിക്കറിയത്തിക്കായാലും ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇവിടുത്തെ ഡോക്ടേഴ്സ് വന്ന് സംസാരിച്ച് ഈ അമ്മച്ചി അങ്ങനെ ഉണ്ട്, അതായത് സംസാരിക്കുമ്പോഴുള്ള ഒരു ഇതുണ്ടല്ലോ, അത് ദാറ്റ് മേക്സ് ലോട്ട് ഓഫ് ഡിഫറൻസ്. അത് തീർച്ചയായിട്ടും പറയണം. പിന്നെ പ്രത്യേകിച്ച് ഡോക്ടർ ദീപകിനോട് എൻ്റെ കാര്യം എടുത്തു പറയേണ്ടതില്ല. അങ്ങനെ ആ പുള്ളിക്കാരത്തി നോക്കുന്നത് കാര്യമായിട്ട്. സോ ലോട്ട് ഓഫ് താങ്ക്സ് ടു ഹിം. ഗോഡ് ബ്ലെസ് ഹിം ആൻഡ് ഓൾ ദി സ്റ്റാഫ്. നമസ്കാരം. ഞാൻ ഡോക്ടർ ദീപക് ഡേവിഡ്സൺ, ചീഫ് ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റായിട്ട് കാരിത്താസ് ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു. നമ്മുടെ ഹൃദയത്തിനകത്ത് 4 വാൽവുകളാണുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പ്രായം ചെല്ലുന്ന സമയത്ത് ഈ വാൽവുകളിൽ തകരാറുണ്ടാകാം. വാൽവ് ചുരുങ്ങിപ്പോകാം, വാൽവിൽ ലീക്ക് വരാം. വർഷങ്ങളായി ഈ വാൽവിൽ തകരാറ് വരുന്ന വ്യക്തികൾക്ക് ഓപ്പൺ ഹാർട്ട് സർജറിയിലൂടെ വാൽവ് മാറ്റിവെക്കുക എന്നുള്ളതായിരുന്നു ചികിത്സാ രീതി. കഴിഞ്ഞ കുറേ വർഷമായി പുതിയ സാങ്കേതിക വിദ്യകളിലൂടെ ഓപ്പൺ ഹാർട്ട് സർജറി ഇല്ലാണ്ട് കാലിലെ രക്തധമനിയിലൂടെ ഈ വാൽവ് മാറ്റിവെക്കാൻ സാധിക്കും. ഇത്രയും വർഷവും നമ്മൾ കഴിഞ്ഞ ഒരു 4-5 വർഷമായി ടാവി എന്നുള്ള ഒരു പ്രൊസീജിയർ എല്ലാവരും പത്രത്തിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും കേൾക്കാറുണ്ട്. ടാവി എന്ന് വെച്ചാൽ ഹൃദയത്തിനകത്തെ അയോർട്ടിക് വാൽവ് ചുരുങ്ങിപ്പോകുന്ന വ്യക്തികൾക്ക് സർജറി കൂടാതെ ആ വാൽവ് മാറ്റിവെക്കുന്ന പ്രൊസീജിയറാണ് ടാവി. അതുപോലെ തന്നെ ഈ അയോർട്ടിക് വാൽവ് കൂടാതെ നമുക്ക് ഹൃദയത്തിനകത്ത് ട്രൈക്കസ്പിഡ് വാൽവ് എന്നുള്ള ഒരു വാൽവുണ്ട്. ഈ വാൽവിൽ തകരാറ് വരുന്ന വ്യക്തികൾക്ക് ഈ അടുത്തയിടെ വരെ സർജറിയിലൂടെ മാത്രമേ നമുക്ക് വാൽവ് മാറ്റിവെക്കാൻ സാധിക്കത്തുള്ളായിരുന്നു. ഈ അടുത്ത ഇടയ്ക്കാണ് ഈ ട്രൈക്കസ്പിഡ് വാൽവിലെ തകരാറുള്ള വ്യക്തികൾക്കും ഈ പുതിയ സാങ്കേതിക വിദ്യയിലൂടെ സർജറി കൂടാതെ ഈ വാൽവ് മാറ്റിവെക്കാൻ സാധിക്കുന്നത്. അതിനെ ട്രൈക്ക് വാൽവ് റീപ്ലേസ്മെൻ്റ് എന്നാണ് പറയുന്നത്. ട്രൈക്ക് വാൽവ് റീപ്ലേസ്മെൻറ്റ്, അതായത് ട്രൈക്കസ്പിഡ് വാൽവ് മാറ്റിവെക്കുന്നത്. ട്രൈക്കസ്പിഡ് വാൽവ് തകരാറ് വരുന്ന വ്യക്തികൾക്ക് അത് കാരണം ശരീരം മുഴുവനും നീര് വരാം, കരളിൽ അസുഖം വരാം, കിഡ്നിയുടെ പ്രവർത്തനം താണുപോകാം. അങ്ങനെയുള്ള വ്യക്തികൾക്ക് മരുന്ന് കൊണ്ട് ഗുണം ചെയ്യത്തില്ല എന്നൊരവസ്ഥ വരുന്ന സമയത്താണ് ഈ ട്രൈക്ക് വാൽവ് റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഈ ട്രൈക്ക് വാൽവ് റീപ്ലേസ്മെൻറ്റ് ഇതുവരെ ഇന്ത്യയിൽ വിരലിനെണ്ണാവുന്ന അത്രയും വളരെ ചുരുക്കം കേസുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. മിക്കവാറും ഇത് മെട്രോ നഗരങ്ങളിൽ മാത്രമാണ് ഈ ട്രൈക്ക് വാൽവ് റീപ്ലേസ്മെൻറ്റ് നടന്നിട്ടുള്ളത്.
അങ്ങനെ ഒരു ട്രൈക്ക് വാൽവ് റീപ്ലേസ്മെൻറ്റ് കോട്ടയത്ത് കാരിത്താസ് ആശുപത്രിയിൽ വിജയകരമായി നമുക്ക് നടത്താൻ സാധിച്ചു. പ്രായമായ ഒരു അമ്മച്ചി, 78 വയസ്സുള്ള ഒരു അമ്മച്ചി, കരളിൽ തകരാറ് വന്നു. ഈ വാൽവിലെ പ്രശ്നം കാരണം കരളിൽ തകരാറ് വന്നു, വൃക്കയ്ക്ക് തകരാറ് വന്നു, ശരീരം മുഴുവനും നീർക്കെട്ടുണ്ടായി, വയറ്റിനകത്ത് നീർക്കെട്ടുണ്ടായി. അത് കാരണം ജീവിതം മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായി, ശ്വാസമുട്ടുണ്ട്, മരുന്നുകളിൽ വലിയ മാറ്റം കിട്ടുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഈ ട്രൈക്ക് വാൽവ് റീപ്ലേസ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കാനിടയായതും വളരെ വിജയകരമായി ട്രൈക്ക് വാൽവ് റീപ്ലേസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തത്.